ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫ്നാസ് വേൾഡ്. നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് ആദ്യമായിട്ട് ഈസ്റ്റ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പാലുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലെടുക്കുക, എന്തായാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഞാനിവിടെ 1/2 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനൊരു മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് മൈദയിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൗഡറാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈസ്റ്റ് ഉണ്ട്. ആ ഈസ്റ്റ് കൂടുതലായിട്ട് റെഡി ആവേണ്ട ആവശ്യമില്ല. നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് മാവ് പരുവത്തിൽ നമുക്കൊന്നതൊന്ന് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മാവ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു മാവ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 20 മിനിറ്റ്സോളം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് മാവൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പോളം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. മാവ് ഏകദേശം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൈദ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കറിവേപ്പില ഉണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ സ്മോൾ പീസസ് ആക്കിയിട്ട് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രഷ് ചെയ്ത പോലെ തന്നെ ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗാർലിക് പേസ്റ്റ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നിങ്ങൾക്ക് ചില്ലി ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഫ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ 2 തവണ ട്രൈ ചെയ്തതിൽ എനിക്ക് ചിക്കനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ബീഫാണ്. ബീഫ് ചില്ലി ആക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബീഫ് ചില്ലി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ബീഫ് എടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഏതായാലും കുഴപ്പമില്ല, കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ബീഫാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഞാനിതൊന്ന് കൂടുതലായിട്ടും ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ട്, ഫോയിൽ പേപ്പർ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വരിഞ്ഞെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് മുകളിലായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഷേപ്പിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിലാവാത്ത രീതിയിൽ മുകളിലത്തെ മാവ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതൊരു 20-25 മിനിറ്റോടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റിന് നമ്മുടെ ഗാർലിക് ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈസിയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.